ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിലും സ്വർണ്ണ കവർച്ച നടന്നുവെന്ന സൂചന നൽകി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട്. സ്വർണം പൂശിയ ശേഷം മിച്ചം വന്ന 233 ഗ്രാം സ്വർണം എവിടെയെന്ന് കണക്കില്ല. അതേസമയം കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് സിനിമാ താരങ്ങൾ സംഭാവന നൽകുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സുരേഷ് ഗോപി, ഷാജി കൈലാസ്, രൺജി പണിക്കർ എന്നിവർ സംഭാവന നൽകി. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ എന്നിവർ തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അതിവിഷ്ണുവിലേക്കാണ്. വിഷ്ണു, ഈ പുനഃപ്രതിഷ്ഠയിലും കവർച്ച നടന്നു എന്നാണോ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്? അമൃത, പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം കൈപ്പറ്റിയതിൽ ചില ക്രമക്കേടുകൾ പ്രാഥമികമായി ഉണ്ട് എന്നുള്ളതാണ് വിജിലൻസിന്റെ ഒരു വിലയിരുത്തൽ. അതിങ്ങനെയാണ്, അതായത് 3,20,00,000 രൂപയാണ് ഈ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഫിനിക്സ് ഗ്രൂപ്പ് ദേവസ്വം ബോർഡിന് കൈമാറിയത്. അതുപയോഗിച്ച് 953 ഗ്രാമോളം സ്വർണം കസ്റ്റംസിൽ നിന്ന് ദേവസ്വം ബോർഡ് വാങ്ങി. അതിൽ 9,300 ഗ്രാമാണ് ഈ സ്വർണം പൂശുന്നതിന് വേണ്ടി ഉപയോഗിച്ചത്. അതിൽ നിന്നൊരു 233 ഗ്രാം സ്വർണം അതിൽ ബാക്കിയുണ്ട്. ഇതിന് പുറമെ 6 വരുന്ന ആളുകൾ 412 ഗ്രാമോളം സ്വർണം ഈ കൊടിമരം സ്വർണം പൂശുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട്. ഇത് മെഹസറിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് രസീതൊന്നും തിരികെ നൽകിയതായി കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന പ്രാഥമിക വിലയിരുത്തലിലേക്ക് വിജിലൻസ് എത്തുകയും അതിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകുകയും ചെയ്തത്. തുടർന്നാണ് ത്വരിത പരിശോധന നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ആവശ്യമെങ്കിൽ കേസെടുത്ത് അന്വേഷിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ടീമിനെ രൂപീകരിക്കാനുള്ള സാധ്യതയുള്ളത്. വിജിലൻസ് ഡയറക്ടർക്കാണ് ഇത്തരത്തിലൊരു ടീമിനെ രൂപീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ കൂടിയായി മാറും ഇപ്പോൾ ഇതിലൊരു സമഗ്ര അന്വേഷണം, കേസെടുത്ത അന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞു. അതായത് സ്വർണ്ണക്കൊള്ളക്ക് പിന്നാലെ ഈ കൊടിമരത്തിലും അന്വേഷണം നടക്കുന്നു. അതോടൊപ്പം തന്നെ ശബരിമലയിലെ മറ്റ് ക്രമക്കേടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പാരലായി തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊടിമരത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഏറെ നിർണായകമാകും. അത് 1 മാസത്തിനുള്ളിൽ തന്നെ അതിന്റെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വിജിലൻസിന് നിർദ്ദേശവും നൽകിയിരിക്കുന്നത്. അമൃത. ശരി, റിനു ശ്രീധർ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. റിനു, ഇതിപ്പോൾ ഈ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് സിനിമാ താരങ്ങളും സംഭാവന നൽകി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഷാജി കൈലാസ് ഉണ്ട്, അതുപോലെ തന്നെ രൺജി പണിക്കർ, സുധീർ കരമന, ഒരുപാട് പേരെ, സുരേഷ് ഗോപിയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇനിയിപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഇവരിലേക്കൊക്കെ അന്വേഷണം നീളുമോ? എന്തൊക്കെ വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? തീർച്ചയായും അമൃത, ഈ ഇടപെടലുകളെല്ലാം തന്നെ SITയുടെ അന്വേഷണ പരിധിയിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയമില്ല. നടന്മാരുടെ മൊഴിയടക്കം SIT രേഖപ്പെടുത്തുകയും ചെയ്യും. എന്തായാലും ശബരിമലയിൽ സ്വർണം ഉപയോഗിച്ച് പ്രതികൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതിൽ ED കൂടി പരിശോധന നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള വിവരം നമുക്കറിയാം. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ ED പ്രത്യേകമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDയുടെ സമൻസ് സിനിമാ താരം ജയറാമിന് ലഭിച്ചിരിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസമാണ് നടന സമൻസ് ലഭിച്ചത്. ചൊവ്വാഴ്ച ഹാജരാകണം എന്നുള്ളതാണ് ഈ സമൻസിൽ പറയുന്നത്. സ്വർണ്ണപ്പാളികൾ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പൂജ നടത്തി, അതുപോലെ തന്നെ ജയറാമിന്റെ വീട്ടിലെത്തിച്ച് പൂജ നടത്തുകയും ചെയ്തു. ഇത് ജയറാം നേരത്തെ തന്നെ സമ്മതിക്കുകയും ചെയ്ത കാര്യമാണ്. സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾക്കപ്പുറത്തേക്ക് 12 പേർക്കാണ് ED ഇപ്പോൾ തുടക്കത്തിൽ സമൻസ് അയച്ചിരിക്കുന്നത്. ഒപ്പം VSSCയിലെ പരിശോധനയിൽ അവ്യക്തത ഉള്ളതിനാൽ പാളികളുടെ അതിസൂക്ഷ്മ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇന്നലെ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് മുംബൈയിലെ ഭാവ അറ്റമിക് റിസർച്ച് സെന്റർ, അതുപോലെ തന്നെ ജംഷഡ്പൂർ നാഷണൽ മെറ്റൽ അലർജിക്കൽ ലബോറട്ടറി, ഹൈദരാബാദിലെ ഡിഫൻസ് മെറ്റൽ അലർജിക്കൽ റിസർച്ച് ലബോറട്ടറി എന്നിവിടങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പരിശോധന നടത്തുവാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി 12-ന് സന്നിധാനത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്യും. എന്തായാലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും ഇതിൽ ഈ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ ഇന്നിപ്പോൾ സുപ്രീം കോടതി തള്ളുകയും ചെയ്തു. കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങൾ സമർപ്പിച്ച ശേഷം ജാമ്യാപേക്ഷ നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിന്റെ ജാമ്യ ഹർജിയിൽ നാളെ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുകയാണ്. റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞത് ചൂണ്ടിക്കാട്ടി സ്വാഭാവിക ജാമ്യ ഹർജിയിലാണ് ഈ വിധി ഉണ്ടാവുക. മുൻ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാറിനെ അതേസമയം വീണ്ടും 14 ദിവസത്തേക്ക് ഇന്ന് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.